എക്സാം ടൈമിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ റീലോ അല്ല യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസായാലും ഇത് എക്സ്ട്രാ എക്സൈറ്റ്മെൻ്റ് അല്ലേ? ഓ സോ ഇത് കണ്ടിരിക്കണം, ഓ ഇത് അടിപൊളിയാണ്, അല്ലെങ്കിൽ നമുക്ക് എൻജോയ്മെൻറ്റ് കുറച്ചുകൂടി കൂടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ട്, ഡെഡ് ലൈൻ ഉണ്ട്, നാളെ എനിക്ക് കുറേ പണിയുണ്ടെങ്കിൽ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിൽ എന്താണോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്താണോ കുറച്ച് എൻജോയ്മെൻറ്റ് കൂടും. അന്നൊരു 5 മിനിറ്റും കൂടി നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ കുറേ സമയം ഒന്ന് പോകും. ഇപ്പം ഇതാണ് നമ്മുടെ എക്സാം ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഫോണും എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം എല്ലാം ഉള്ളപ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ ഓവർകം ചെയ്യുക? സിമ്പിൾ അല്ലേ? ആ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക. അതെല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ദിവസം തിരിച്ചെടുക്കും. അതിന് കാര്യമില്ല. നമുക്കൊരു സക്സസ് വേണം. ഫെയിലിയർ ആയിട്ട് ഒരു അടുത്ത ദിവസം തിരിച്ചെടുത്ത് പിന്നെയും ഒളിച്ചും പാത്തിരുന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾ എത്ര നേരം ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ മോസ്റ്റ് യൂസേഴ്സ് ഈ വേൾഡിലെ ഒരു ഫോൺ എത്ര മണിക്കൂർ ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെന്ന് സ്വന്തം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഫോണിൽ തന്നെ കൊടുക്കും അല്ലേ, എത്ര മണിക്കൂർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഏത് ആപ്പ് എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫോണിൽ പോയി ഇൻസ്റ്റാഗ്രാമിലാണ് ആ സെറ്റിങ്സിൽ പോയിട്ട് ഇൻസൈറ്റ്സ് പറഞ്ഞുതരും. നിങ്ങൾ ഡെയിലി 3 മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണോ, 2 മണിക്കൂറാണോ, അല്ലെ ചിലപ്പോൾ ചിലവരൊക്കെ കൺട്രോൾഡായിട്ട് 20 മിനിറ്റ് ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതെങ്ങനെ കുറയ്ക്കാം എന്നാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ചാൽ, നിങ്ങളിപ്പോൾ ഇന്നൊരു റീല് കണ്ടില്ലെങ്കിൽ നാളത്തെ പരീക്ഷയിൽ എഫക്റ്റ് ചെയ്യോ, ലൈഫിൽ എഫക്റ്റ് ചെയ്യോ? ഒരിക്കലുമില്ല. പക്ഷേ എൻജോയ്മെൻ്റ് ഉണ്ട്, അത് ഞാനും സമ്മതിച്ചു, എനിക്കും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നിങ്ങളിപ്പോൾ SSLC എക്സാം എഴുതാണേലും +2 എക്സാം എഴുതാണേലും ഇന്ന് ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങൾ ആ എക്സാം മാക്സിമം സ്കോർ മേടിക്കാമെന്നാണ്. നിങ്ങളൊരു അരമണിക്കൂർ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൊണ്ട് ചിലപ്പോൾ 2 മാർക്ക് കൂടിയെന്ന് വരും. അത് നിങ്ങളുടെ ലൈഫ് ശരിക്കും പറയാം മാറ്റിമറിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം അല്ലേ, SSLCക്കാർക്ക് 3 മാസവും +1 സ്റ്റാർട്ടിങ് ടൈമും, ഇനി +2കാർക്കാണ് കോളേജ് കയറുന്ന ടൈം മൊത്തം ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ. കോളേജ് കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ. അത് അലൻ സാർ നിങ്ങൾക്ക് ആ പ്രിവിലേജ് തരുന്നു, നിങ്ങൾക്ക് ആ അവകാശമുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ആ ഫോണൊക്കെ ഒന്ന് കുറച്ച് നേരം കുറയ്ക്കുക. ഇപ്പം നിങ്ങൾ 2 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം, 2 മണിക്കൂർ യൂട്യൂബ് 1 മണിക്കൂർ, പിന്നെ നിങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് മറ്റേ ഷോ, പിന്നെ രാത്രി കുങ്കുമപ്പൂ എല്ലാ സീരിയലും കണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എല്ലാത്തിനും കുറച്ച് കുറയ്ക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്കൊരു അരമണിക്കൂറിലേക്ക് ആക്കാം. യൂട്യൂബ് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് അങ്ങ് നിർത്തി വെക്കുക. വാട്സാപ്പിൽ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളിപ്പം അപ്പോൾ റിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വൈകുന്നേരം ഒരു സമയം തീരുമാനിച്ച് റിപ്ലൈ ചെയ്തോ. ഓക്കെ. ഇനി ഫോൺ പഠിക്കുന്ന സമയത്ത് നിങ്ങളെന്താ, എന്നാൽ സൈലൻ്റ് ആക്കി ഞാൻ മടക്കി വെക്കാം, അത് വേണ്ട. നിങ്ങൾ ഫോൺ അങ്ങ് ഓഫാക്കി എടുത്ത് വെച്ചോ, അല്ലെ പേരൻസിന് കൊടുത്തോ. ഇന്ന് ഞാൻ 5 മണി മുതൽ 9 മണി വരെ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, പേരൻസിനും കൊടുത്തോ. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് മെഷേഴ്സ് ഉപയോഗിക്കുക, പക്ഷേ മെല്ലെ. അപ്പോൾ നിങ്ങൾ ആ നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്നുണ്ടോ, ഡെയിലി 2 എപ്പിസോഡിന് വരാം 1 എപ്പിസോഡ്. ഇനിയിപ്പോൾ എപ്പിസോഡ് കാണാത്ത ആളാണെങ്കിൽ കാണണ്ട. ഇൻസ്റ്റാഗ്രാമോ കുറച്ച് കുറയ്ക്കുക. റീലിപ്പോൾ എത്ര വേണമെങ്കിലും ലോകത്തുണ്ട് അല്ലേ, റീലും സ്റ്റോറീസൊക്കെ. ഫ്രണ്ട്സ് ക്യാഫേ പോകുന്നു, ഫ്രണ്ട്സ് മറ്റേ സിനിമ കാണുന്നു, ഒരു നോക്കണ്ട. നിങ്ങളുടെ എക്സാമാണ്, നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാം കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇത് ആലോചിക്കുക, എക്സാം കഴിഞ്ഞിട്ട് എല്ലാം എക്സാമും കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര വേണേൽ നോക്കിക്കോ, എത്ര വേണേൽ എൻജോയ് ചെയ്തോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നൈസായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങളൊന്ന് കുറച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിയും. അപ്പോൾ വേറെ കാര്യം മറക്കരുത്, ഈ എക്സാം ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു എക്സ്ട്രാ എൻജോയ്മെൻറ്റ്. സിനിമ കാണാൻ, മറ്റേത് കാണാൻ, പഠിത്തം മാറ്റി വെച്ചിട്ട് എന്തും ചെയ്യാൻ. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെന്താ ഹ്യൂമൻ ബ്രെയിനാണ് അല്ലേ, നമ്മുടെ സ്വന്തം തോട്ട്സ് നമ്മൾ ഓവർകം ചെയ്തിട്ട് നമ്മളെന്താ അതിനനുസരിച്ച് നമ്മുടെ ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അങ്ങ് അടിപൊളിയാക്കുക. ഓക്കെ. എനിക്കറിയാം പറയാനതൊക്കെ സിമ്പിളാണ്, പക്ഷെ നിങ്ങളത് കോൺഷ്യസ്ലി ആലോചിക്കുക. ഇന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അലൻ സാറിൻ്റെ മോന്തെങ്ങനെ അവിടെ വന്നോട്ടെ, എന്നിട്ട് ഇത് കുറേ നേരം ഞാൻ നോക്കുന്നത്, കുറച്ചേക്കാം, സാറ് പറഞ്ഞതല്ലേ. അങ്ങനെ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് ചെയ്താൽ കുറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അഡിക്ഷനും പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ഇനി ഓരോ കാര്യം ചെയ്യുമ്പോഴും അനലൈസ് ചെയ്ത് നിങ്ങൾ എത്ര നേരം ചെയ്യുന്നുണ്ട്, ഇത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. കുറച്ച് കൊണ്ടുവരിക. അതിൻ്റെ കൂടെ പഠിത്തം മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. അതോടെ നിങ്ങളുടെ എക്സാമിന് അടിപൊളി മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഫോൺ നോക്കിക്കുക, ഒരു പ്രശ്നമല്ല. അപ്പം ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.